ഭൂമിയുരുണ്ടതാണെന്നും സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെന്നും വിശ്വസിക്കുന്ന പാവം മനുഷ്യർക്കിടയിലേക്ക് ശാസ്ത്രത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ തുറന്നിട്ടുകൊണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ആ കണ്ടുപിടുത്തം വന്നെത്തിയത്. കൊടും ചൂടിൽ AC ഇട്ട് കറണ്ട് ബില്ല് കൂട്ടുന്ന സാധാരണക്കാരന്റെ കണ്ണു തുറപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞത് ലളിതമായൊരു വിദ്യയാണ്. ഒരു കഷ്ണം ഉള്ളി കീശയിലിട്ടാൽ മതി, ഉഷ്ണതരംഗം വഴിമാറിപ്പോകുമത്രേ. ഐൻസ്റ്റീനും ന്യൂട്ടനും എഡിസണും ഒക്കെ വർഷങ്ങൾ പരീക്ഷണശാലയിൽ ചിലവഴിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഉള്ളി സിദ്ധാന്തം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ആളുകൾ. എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ മലയാളികൾക്ക് അതൊട്ടും അത്ഭുതമായി തോന്നിയില്ല. കാരണം വേറൊന്നുമല്ല, ഉള്ളിയും രാഷ്ട്രീയവും തമ്മിലുള്ള ആത്മബന്ധം കേരളത്തിലെ BJP അണികൾക്കും നേതാക്കൾക്കും വർഷങ്ങൾക്ക് മുൻപേ അറിയാവുന്നതാണ്. സിന്ധ്യയുടെ ഈ കണ്ടെത്തലിനെ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ സ്വീകരിക്കുക കേരളത്തിലെ മുൻ BJP അധ്യക്ഷൻ K. സുരേന്ദ്രനായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മലയാളികൾ അല്പം സ്നേഹത്തോടെയും അല്പം കുസൃതിയോടെയും ഉള്ളിസുര എന്ന് വിളിക്കുന്ന സുരേന്ദ്രന് സിന്ധ്യയുടെ ഈ വിദ്യ ചിലപ്പോൾ ഒരു അംഗീകാരം പോലെയായിരിക്കാം. ഉള്ളി കൊണ്ട് ഉഷ്ണതരംഗത്തെ നേരിടാമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സോളാർ പാനലുകളും AC-കളും? കേരളത്തിലെ കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഇനി എല്ലാ BJP പ്രവർത്തകരും കീശയിൽ ഓരോ ഉള്ളിയുമായി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പം സവാള കയ്യിൽ കരുതിയാൽ ചൂടിനെ പേടിക്കേണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉഷ്ണതരംഗത്തെ മറികടക്കാൻ പരമ്പരാഗത പ്രതിവിധിയുമായി ഒരു ഉള്ളി കയ്യിൽ കരുതണമെന്നാണ് സിന്ധ്യയുടെ ഉപദേശം. ഞാൻ എൻ്റെ കാറിലോ ഇരിക്കുന്ന സ്ഥലത്തോ AC ഉപയോഗിക്കാറില്ല. മെയ് ജൂൺ മാസങ്ങളിലെ 51 ഡിഗ്രി ചൂടിൽ പോലും ആളുകൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഇത് ചമ്പൽ ചർമ്മമാണ്. ഇങ്ങനെയാണ് സിന്ധ്യ പറയുന്നത്. സിന്ധ്യയുടെ ഈ ഉപദേശം അനുസരിച്ചാൽ വരാനിരിക്കുന്ന ഗുണങ്ങൾ ചെറുതല്ല. KSEBയുടെ കറണ്ട് ചാർജിനെതിരെ സമരം ചെയ്യാൻ ഇനി വേറെ വഴികൾ തേടേണ്ടതില്ല. ഓരോ വീട്ടിലും ഉള്ളിച്ചാക്കുകൾ വാങ്ങി വെച്ചാൽ മതി, അന്തരീക്ഷം തണുത്തുറഞ്ഞുകൊള്ളും. ഇനി മുതൽ സവാളയുടെയും ചെറിയ ഉള്ളിയുടെയും ഗുണഗണങ്ങളെക്കുറിച്ച് സയൻസ് കോൺഗ്രസുകളിൽ പേപ്പറുകൾ അവതരിപ്പിക്കപ്പെടുന്ന കാലം വിദൂരമല്ല. ഉള്ളി തിന്നാൽ വായി നാറുമെന്ന് കരുതുന്നവർക്ക് തെറ്റി. ഉള്ളി വെച്ചാൽ അന്തരീക്ഷം തന്നെ നന്നാകുമെന്നാണ് സിന്ധ്യയുടെ പുതിയ കണ്ടെത്തൽ. എന്തായാലും കേരളത്തിലെ ട്രോളന്മാർക്ക് സിന്ധ്യ നൽകിയ ഈ വടി ഏറ്റവും മനോഹരമായി ഉപയോഗിക്കപ്പെടുന്നത് സുരേന്ദ്രന്റെ പേരിലായിരിക്കും. ഉള്ളിസുര എന്ന വിളിപ്പേരിനി പരിഹാസമല്ല, മറിച്ച് താപനില നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ പവർ ഉള്ള നേതാവിന്റെ സ്ഥാനപ്പേരായി മാറും. ഉള്ളി കീശയിലിട്ട് നടന്നാൽ ഉഷ്ണതരംഗം മാറുമെങ്കിൽ അത് വിതരണം ചെയ്യാൻ പ്രത്യേക കൗണ്ടറുകൾ തന്നെ BJP ഓഫീസുകളിൽ തുറക്കാവുന്നതാണ്. ഭാവിയിൽ ഇനിയിപ്പം ആളുകൾ AC-കൾ ഉപേക്ഷിച്ച് ഉള്ളിയിലേക്ക് മാറിയേക്കാം. ആ വിപ്ലവത്തിന് തിരികൊളുത്തിയത് സിന്ധ്യയും അത് കേരളത്തിൽ ഏറ്റുപിടിച്ചത് സുരേന്ദ്രനുമാണെന്ന് ചരിത്രം രേഖപ്പെടുത്തും. സിന്ധ്യയുടെ ശാസ്ത്രം എന്തുതന്നെയായാലും ഉള്ളിയും സുരേന്ദ്രനും തമ്മിലുള്ള ഈ കെട്ടുപിണഞ്ഞ ബന്ധം മലയാളികൾക്ക് ഇനിയും ഒരുപാട് ചിരിക്കാനുള്ള വക നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.